നമസ്കാരം. യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് മലയാളം എന്ന പുതിയ ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ പുതിയൊരു ചാനലാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. യൂട്യൂബ് സംബന്ധമായ നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസ് ഉണ്ടായിരിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ്. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നതുമാണ്. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഞങ്ങൾ ഈ ചാനൽ ആരംഭിക്കുകയാണ്. ഞങ്ങൾക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട്. യാത്രകളും ഷോപ്പിങ്ങുകളുമായിട്ടാണ് ആ വീഡിയോ മുന്നോട്ട് പോകുന്നത്. ലൈഫ് ഓഫ് ട്രാവൽ ഡേയ്സ് എന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതാണ്. 4,500 വാച്ച് ടൈം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബ് ടിപ്സ് പറഞ്ഞു തരുന്നത്. യൂട്യൂബ് സംബന്ധമായ വിഷയങ്ങളിൽ ഞങ്ങളുടെ ടോപ്പിക്, ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് 1000 വ്യൂസിന് യൂട്യൂബ് എത്ര രൂപ നൽകും. ഇതുവരെ ഒരു യൂട്യൂബേഴ്സും പറയാത്ത കാര്യങ്ങളാണ് ഞങ്ങളിവിടെ പറയുന്നത്. 1000 വ്യൂസിന് നമുക്ക് എത്ര രൂപ യൂട്യൂബിൽ നിന്നും ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെ, ഒരു ചാനൽ തുടങ്ങുന്നത് എങ്ങനെ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നിവയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുകയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. നല്ല ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്കായി ഞങ്ങൾ കൊണ്ടുവരിക. 1000 വ്യൂസ് ലഭിച്ചാൽ എത്ര രൂപ യൂട്യൂബിൽ നിന്നും ലഭിക്കുമെന്നുള്ളത് പലരുടെയും സംശയമാണ്. ഇപ്പോൾ പുതുതായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരുടെയും സംശയങ്ങളിൽ ഒന്നാണ്. പല യൂട്യൂബേഴ്സും ഇതൊന്നും വെളിപ്പെടുത്താറുമില്ല. പക്ഷെ ഞങ്ങളുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അവസാന ഭാഗം വരെ ഇതിന്റെ ഡീറ്റെയിൽ വിവരങ്ങൾ ഞങ്ങൾ നൽകുന്നതാണ്. 1000 വ്യൂസിന് എത്ര രൂപ ലഭിക്കുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടേ. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്റർനെറ്റും യൂട്യൂബും ഒന്നും ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തത് വളരെ കുറവായിരിക്കും. എങ്കിലും പറയട്ടെ, യൂട്യൂബിലെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം തന്നെ യൂട്യൂബ് തന്നെ അപ്ലോഡ് ചെയ്യുന്നുവെന്ന് കരുതുന്ന ആളുകളും ഉണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് പണം ഉണ്ടാക്കാമെന്ന് അറിയാത്ത ആളുകളും ഇന്ന് നിലവിലുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ക്ലാസ് കൂടിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പിന്നെ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ യൂട്യൂബിൽ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ആളുകൾ നിങ്ങളുടെ ചാനലിലെ പ്രോഗ്രാമുകൾ കണ്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ മാത്രമേ ചാനലിന് ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടും കാര്യമില്ല. നിങ്ങൾക്കതിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കതിൽ ആളുകളുമായി എന്തെല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ സാധിക്കും. ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ പ്രസന്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സക്സസിലേക്ക് പോവുകയുള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഞാൻ ചെറിയ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ട്രാവലിംഗ് അല്ലെങ്കിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ യാത്രകൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കും. അതുപോലെ കുക്കിംഗ് അറിയുന്ന വീട്ടമ്മമാരാണെങ്കിൽ കുക്കിംഗ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ടെക് പരമായിട്ട് ചാനൽ തുടങ്ങാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ടെക് പരമായിട്ട് ഐഡിയാസ് ഉണ്ടെങ്കിൽ ടെക് പരമായ ചാനലുകൾ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നല്ലപോലെ ഡാൻസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡാൻസ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അതുപോലെ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഓട്ടോമോട്ടീവ് പോലെയുള്ള വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് വരുന്നത്, താല്പര്യങ്ങൾ എന്താണോ അതിനനുസരിച്ചുള്ള വീഡിയോ നിങ്ങൾ ചെയ്യുക. നമ്മളൊരു കാറ്റഗറിയിലുള്ള വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതേ കാറ്റഗറിയിലുള്ള വീഡിയോ തന്നെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ചാനൽ സക്സസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡെയിലി വീഡിയോ ചെയ്യുക. തുടക്കക്കാരെന്ന നിലയിൽ നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തുടക്കക്കാരെന്ന നിലയിലാണെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ തന്നെ വീഡിയോസുകൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി വീഡിയോസ്, ഒരു ഷോർട്ട് വീഡിയോ, ഒരു ലോങ് വീഡിയോ വെച്ചിട്ട് ഡെയിലി നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് വരുന്നവരെ നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ ഒരു ഗ്രോത്ത് നമ്മുടെ ചാനലിൽ ഉണ്ടാവുകയുള്ളൂ. 4000 മണിക്കൂർ വാച്ച് ടൈം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുപോലെ 1000 സബ്സ്ക്രൈബറും. എന്താണ് 1000 സബ്സ്ക്രൈബർ? അത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം, അത് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് വിളിക്കുക. നമ്മുടെ ഒരു വീഡിയോ ആദ്യമായി തന്നെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. കാരണം നമ്മുടെ ഒരു വീഡിയോ
ഫസ്റ്റ് കണ്ട്, അതുപോലെ തന്നെ രണ്ടാമത്തെ തവണയും കണ്ട്, മൂന്നാമത്തെ തവണയും നാലാമത്തെ തവണയും കണ്ട ശേഷമായിരിക്കും നമ്മുടെ ചാനൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ അവർക്ക് കിട്ടുന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല അവർ സ്കിപ്പ് ചെയ്ത് കളയുകയും ചെയ്യും. ആദ്യത്തെ വീഡിയോ അവർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ രണ്ടാമത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും എന്ത് ചെയ്യും, നമുക്ക് ഈ വീഡിയോ കണ്ട ശേഷം രണ്ടാമതൊരു വീഡിയോ വരുന്ന സമയത്ത് നല്ല വീഡിയോ ആണെങ്കിൽ അവരും അത് ക്ലിക്ക് ചെയ്ത് നോക്കും. ക്ലിക്ക് ചെയ്ത് നോക്കിയ ശേഷം രണ്ട് വീഡിയോ, അതുപോലെ തന്നെ തേർഡ് വീഡിയോ, മൂന്നാമത്തെ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും അത് അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുക. ചിലപ്പോൾ അവർ ലൈക്ക് അടിച്ച് പോയിട്ടുണ്ടാവും, ഫസ്റ്റ് വീഡിയോ ആകുമ്പോൾ ലൈക്ക് അടിച്ചിട്ടുണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ ഇടുമ്പോൾ അവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ആ ലഭിക്കുന്ന നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് അവർ രണ്ടാമത്തെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കും, തേർഡ് വീഡിയോ നോക്കും, ഫോർത്ത് വീഡിയോ, ഫിഫ്ത്ത് വീഡിയോ വരെ നോക്കുന്ന ആളുകളുമുണ്ട്. അവർ അത് കണ്ട ശേഷമാണ് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവർ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ. അങ്ങനെ ഒരു സബ്സ്ക്രൈബർ കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും കണ്ടന്റ്, നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ടന്റ്, അതിലെ സബ്ജക്റ്റുകൾ വളരെ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് 4000 മണിക്കൂർ വാച്ച് ടൈം? നമ്മൾ ക്ലോക്കിൽ 60 മിനിറ്റ് ഓടുമ്പോൾ 1 മണിക്കൂർ ആവുന്നുണ്ടല്ലോ. അതുപോലെയുള്ള 4000 മണിക്കൂറുകളെയാണ് 4000 വാച്ച് ടൈം എന്ന് പറയുന്നത്. നമ്മളൊരു വീഡിയോ, ഇപ്പൊ നിങ്ങളൊരു 10 മിനിറ്റുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് കരുതുക. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് 2 പേര് 10 മിനിറ്റുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായി, 10 + 10 20 മിനിറ്റ് ആയില്ല. 20 മിനിറ്റ് അതിലേക്ക് വാച്ച് ടൈം കയറുന്നതാണ്. അതുപോലെ നിങ്ങളുടെ 10 മിനിറ്റുള്ള വീഡിയോ 6 പേര് കണ്ടു കഴിഞ്ഞാൽ എന്തായി, 60 മിനിറ്റ് ആയി. 10 മിനിറ്റുള്ള വീഡിയോ 60 പേര് കണ്ടു കഴിഞ്ഞാൽ അവിടെ 60 മിനിറ്റ് ആണ് അവർക്ക് അവിടെ ലഭിക്കുന്നത്. 60 മിനിറ്റ് ലഭിച്ചാൽ എന്തായി, 1 മണിക്കൂർ അവിടെ നിങ്ങൾക്ക് വാച്ച് ടൈം നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുന്നതാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ അനാലിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാച്ച് ടൈം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാക്കി അനാലിറ്റിക്സ് കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. നിങ്ങളുടെ നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇങ്ങനെ ലഭിക്കുന്ന വാച്ച് ടൈമുകളാണ്. പിന്നെ നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ 20 മിനിറ്റുള്ള വീഡിയോ ചെയ്തു, മാക്സിമം നമ്മൾ ഒരു 15 മിനിറ്റ് വരെ മാക്സിമം വീഡിയോ ചെയ്യാൻ പാടുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് അത് മൈൻഡ് ചെയ്യില്ല. വീഡിയോ അവർ കാണുവാനും അത് വീഡിയോ വാച്ച് ചെയ്യാനും ഇഷ്ടപ്പെടില്ല. നമ്മൾ മാക്സിമം ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ 15 മിനിറ്റ് വരെ വീഡിയോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 15 മിനിറ്റ്, അതുപോലെ 17 മിനിറ്റ് മാക്സിമം നമുക്ക് ചെയ്യാം. ലോങ് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 25 മിനിറ്റ് വരെ മാക്സിമം നിങ്ങൾ ചെയ്യാൻ സാധിക്കും ലോങ് വീഡിയോ. നോർമലായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ 15 മിനിറ്റ്, 10 മിനിറ്റ് ആണെങ്കിൽ ഓക്കെ, 15 മിനിറ്റ് വരെ മാക്സിമം നിങ്ങൾക്ക് ഒരു ലോങ് വീഡിയോ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ലഭിക്കുന്ന വാച്ച് ടൈമുകളാണ് നിങ്ങൾ 4000 മണിക്കൂർ നിങ്ങൾക്ക് അവിടെ തികയ്ക്കേണ്ടതുണ്ട്. 4000 മണിക്കൂർ കംപ്ലീറ്റ് ആക്കിയ ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അനാലിറ്റിക്സിൽ ചെക്ക് ചെയ്താൽ ഓരോ ദിവസവും നിങ്ങൾ ഇടുന്ന വീഡിയോസിന് എത്ര മണിക്കൂർ വാച്ച് ടൈം കയറുന്നുണ്ട് നിങ്ങളുടെ അനാലിറ്റിക്സ് സെറ്റിംഗ്സ് ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് അടക്കം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വാച്ച് ടൈം എന്താണെന്ന് മനസ്സിലായല്ലോ, സബ്സ്ക്രൈബേഴ്സ് എന്താണെന്ന് മനസ്സിലായി. ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ടൈമുകൾ ഓരോ ആളുകളും കണ്ടു. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് വാച്ച് ടൈം കൂടുകയുള്ളൂ. അപ്പൊ കൂടുതലായി നമ്മൾ നല്ല നല്ല പ്രോഗ്രാമുകൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക. നമ്മൾ പ്രോഗ്രാമുകൾ കണ്ട് ഇഷ്ടപ്പെട്ടു വരുന്ന സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും വാച്ച് ടൈമും നേടിത്തരുന്നതാണ്. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പിന്നെ അടുത്ത ആഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാച്ച് ടൈം ഡൗൺ ആവുകയും സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് കുറയുകയും ചാനൽ മുന്നോട്ട് പോവുകയുമില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഒരു വീഡിയോ, ഒരു ലോങ് വീഡിയോ 15 മിനിറ്റുള്ള അല്ലെങ്കിൽ 10 മിനിറ്റുള്ള ഒരു വീഡിയോ, അതുപോലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ, ചെറിയ 1 മിനിറ്റുള്ള ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഒരു ദിവസം ഒരു ലോങ് വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ വെച്ചിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ദിവസവും അതിന്റെ ഗ്രോത്ത് കണ്ടറിയാൻ സാധിക്കും. അങ്ങനെ ഇട്ട് മുന്നോട്ട് പോവുക. ഒരുവിധം ഗ്രോത്ത് നിങ്ങളുടെ 4000 വാച്ച് ടൈമും അതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നവരെ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടതെന്നല്ല, ചെയ്തുകൊണ്ടേ ഇരിക്കണം. എങ്കിലും നിങ്ങൾക്ക് ഒരു ലിമിറ്റ്, അത് കഴിഞ്ഞ് നിങ്ങളുടെ ക്രൈറ്റീരിയ 4000 മണിക്കൂർ 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ആഴ്ചയിൽ ഒരു 4 വീഡിയോ 3 വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പരിമിതിപ്പെടുത്താൻ സാധിക്കും.
എങ്കിൽ നമ്മുടെ വ്യൂവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ കുറയില്ല, നമുക്ക് കൂടുകയുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്. എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ളത് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെ അറിയിച്ചു തരുന്നതാണ്. ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങളെ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞ ശേഷം ഫുൾ ഇൻസ്പിറേഷൻ ആയിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. യൂട്യൂബ് ചാനലിലുള്ള ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി ഞങ്ങൾ നൽകുന്നതുമാണ്. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. യാത്രകൾ പോകുന്ന വീഡിയോസ് ആണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ ടെക് വീഡിയോസ് ആണെങ്കിൽ നമുക്ക് ടെക് വീഡിയോസ് കാണാൻ സാധിക്കും. ഫാമിലി വ്ളോഗ്സ്, അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോസ്, എന്താണ് നമുക്ക് വേണ്ടത് അതെല്ലാം ഇന്ന് യൂട്യൂബിലുണ്ട്. ഞാനും അതുപോലെ തന്നെ കുറേ വീഡിയോസ് കാണുന്ന കാണാറുമുണ്ട്. എല്ലാവരും ചാനൽ ഞാൻ സപ്പോർട്ട് ചെയ്യാറുമുണ്ട്. അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ സക്സസ്സിലേക്ക് എത്തുകയുള്ളൂ. വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടൈം സ്റ്റാർട്ടായി. അതിനുശേഷം നമ്മൾ വീഡിയോ 365 ദിവസം, അതുപോലെ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഇതെല്ലാം ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ സാധിക്കുകയുള്ളൂ. 365 ദിവസത്തിനുള്ളിൽ നമ്മൾ 1000 സബ്സ്ക്രൈബറേയും 4000 വാച്ച് ടൈമും നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനിലെ യോഗ്യത നേടുകയുള്ളൂ. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ ക്രൈറ്റീരിയ, അവരുടെ കണ്ടീഷൻ യൂട്യൂബ് വെച്ചിട്ടുണ്ട്. 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് ടൈമും നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ നമുക്ക് ക്യാഷ് കിട്ടുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ ചാനലിനെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട രീതികളാണ്. എന്താണ്? ഡെയിലി നമ്മൾ ഒരു ലോങ് വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ വെച്ചിട്ട് നമ്മൾ ഡെയിലി ഇട്ടുകൊണ്ടേയിരിക്കുക. നമ്മുടെ കണ്ടീഷൻ ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബർ 4000 വാച്ച് ടൈം എപ്പോൾ കംപ്ലീറ്റ് ആകുമോ അതുവരെ നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ അത് നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അത് നിങ്ങൾ കണ്ടറിഞ്ഞ് തന്നെ മനസ്സിലാക്കുക. നിങ്ങളുടെ ചാനൽ അനലിറ്റിക്സും കാര്യങ്ങളും സെറ്റിംഗ്സും എല്ലാം കാര്യങ്ങളുണ്ട്. അതെല്ലാം വരുന്ന വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ സെറ്റിംഗ്സ് വഴി നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഗ്രോത്ത് മനസ്സിലാവുകയുള്ളൂ. ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ വീഡിയോന്റെ കണ്ടന്റ് മനസ്സിലാവുക. കണ്ടന്റിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ, ഒരു കസ്റ്റമർക്ക്, ഒരു വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട്, അതടങ്ങിയ കണ്ടന്റുകൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു സബ്സ്ക്രൈബറെ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരാഴ്ച ഒരു വീഡിയോ, അടുത്ത ആഴ്ച 2 വീഡിയോ, മൂന്നാമത്തെ ആഴ്ച ഒരു വീഡിയോ, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇടാനേ പാടില്ല. അങ്ങനെ ഗ്യാപ്പ് ഇട്ട് വീഡിയോ ചെയ്താൽ നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് ആവുകയില്ല. നിങ്ങളൊരു 1 വർഷം, 10 വർഷം, 5 വർഷം നിന്നാലും നിങ്ങളുടെ ചാനലിന് ഗ്രോത്ത് സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 365 ദിവസത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെയും 4000 വാച്ച് ടൈം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. ഡെയിലി നിങ്ങൾ ഒരു വീഡിയോ, ലോങ് വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ വെച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന്റെ ഗ്രോത്ത് മനസ്സിലാവും. എല്ലാ സപ്പോർട്ടും, ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നമ്മൾ പറഞ്ഞു വന്നല്ലോ, എങ്ങനെയാണ് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം നമുക്ക് പണം ലഭിക്കണമെന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞു, പണം ലഭിക്കണമെങ്കിൽ നമ്മുടെ വാച്ച് ടൈം, ആ 4000 വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബറും തികഞ്ഞ ശേഷം മോണിറ്റൈസേഷൻ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ ഒരു ബട്ടൺ അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് മോണിറ്റൈസേഷൻ ആക്ടിവേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുള്ളൂ. അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ടൈമും നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സ് എന്നൊരു സംഭവമുണ്ട്. ഗൂഗിൾ ആഡ്സിനാണ് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ഇടയ്ക്കെല്ലാം പരസ്യങ്ങൾ നൽകുന്നത് ഗൂഗിൾ ആഡ്സിനാണ്. നമ്മുടെ വീഡിയോസിന്റെ റിലേറ്റഡ് വീഡിയോസ് നോക്കിയിട്ട് അതിലേക്ക് പരസ്യങ്ങൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഗൂഗിൾ ആഡ്സൻ വഴി നമ്മുടെ അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ആഡ്സൻ വഴി നമ്മുടെ അക്കൗണ്ട് കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഗൂഗിൾ ആഡ്സൻ വഴി അവർ നൽകുന്ന പരസ്യങ്ങളുടെ ഒരു വിഹിതം നമുക്ക് ലഭിക്കുകയുള്ളൂ. പരസ്യങ്ങൾ മുഖേനയാണ് എല്ലാവർക്കും ക്യാഷ് ലഭിക്കുന്നതും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നതും. ഇനി എന്താണ് ഗൂഗിൾ ആഡ്സൻ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പരസ്യങ്ങൾ ആവശ്യമാണ്. നമ്മളൊരു സംരംഭം, ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതിനെപ്പറ്റി പുറത്തുള്ള ആളുകൾ, കസ്റ്റമേഴ്സ് അറിയണമെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യണം? ആഡ്സ് അത് പരസ്യങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട്. നമ്മളൊരു കട തുടങ്ങുകയാണ്, ഒരു ഷോപ്പ്, ഒരു ബിൽഡിങ്ങിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങി. അതിനെ നമുക്ക് മറ്റ് കസ്റ്റമേഴ്സിനെ അറിയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോട്ടീസ് വഴി പരസ്യങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ ടി വിയിൽ പരസ്യങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് അഡ്വർടൈസ്മെന്റ് ഏജൻസികളെ ഏൽപ്പിക്കാറുണ്ട് പരസ്യങ്ങൾ കൊടുക്കാൻ. അങ്ങനെ ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് എന്താണെന്ന്, നമ്മുടെ ബിസിനസ്സിലേക്ക് ആളുകൾ വന്നു ചേരുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആവുകയും വിജയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഗൂഗിളിൽ, യൂട്യൂബിൽ ഒരു പരസ്യം നൽകണമെന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ നമുക്കൊരു പരസ്യം കൊടുക്കണമെന്ന് വിചാരിക്കാം. എങ്കിൽ നമ്മൾ ആദ്യം സമീപിക്കേണ്ടത് ഗൂഗിൾ ആഡ്സിനെയാണ്. ഗൂഗിൾ ആഡ്സിന് വഴിയാണ് നമുക്ക് പരസ്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. ഇപ്പൊ നമ്മൾ ട്രാവലിംഗ് പരമായിട്ട് പരസ്യമാണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഗൂഗിൾ ആഡ്സിനെ ഏൽപ്പിക്കാൻ സാധിക്കും. പല കാറ്റഗറിയിലുള്ള വീഡിയോസിനനുസരിച്ചാണ് നമുക്ക് പരസ്യങ്ങൾ നമ്മുടെ ചാനലിൽ വന്നു ചേരുക. നമ്മുടെ ഒരു ട്രാവലിംഗ് വീഡിയോ ആണെങ്കിൽ ട്രാവലിംഗ് സംബന്ധിച്ചുള്ള പരസ്യങ്ങളായിരിക്കും നമ്മുടെ ചാനലിൽ വന്നു ചേരുക. കാറുകളുടെ പരസ്യങ്ങൾ അതിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഫ്ലൈറ്റുകളുടെ പരസ്യം, ടിക്കറ്റ്സ്, അതുപോലെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്, അങ്ങനെ പരസ്യങ്ങൾ വരാൻ സാധിക്കും. അതുപോലെ കാറിനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ് ചെയ്തെങ്കിൽ കാറുകൾ, പുതിയ ഇറങ്ങുന്ന കാറുകളുടെ പരസ്യങ്ങൾ അതിൽ വരുന്നത് കാണാൻ സാധിക്കും. അത് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ പുതിയ കറി മസാലകളുടെ, കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോം അപ്ലയൻസസിന്റെ വീഡിയോ ഒക്കെ അതിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമുക്ക് ഗൂഗിൾ ആഡ്സ് വഴി നമുക്ക് പരസ്യങ്ങൾ അതിൽ അവർ ചെയ്യുന്നത്. ഇങ്ങനെ ഗൂഗിൾ ആഡ്സ് വഴി ചെയ്യുന്ന പരസ്യങ്ങളുടെ ഒരു വിഹിതമാണ് നമുക്ക് ക്യാഷ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതെങ്ങനെയാണ് ലഭിക്കുന്നത് നോക്കാം. നമ്മളൊരു പരസ്യം ഗൂഗിൾ ആഡ്സിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ 5000 പരസ്യം, അതുപോലെ 10000 പരസ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കും. 10000 പരസ്യം എന്ന് പറഞ്ഞാൽ ഒരു ചാനലിൽ ഒരു വീഡിയോയ്ക്കുള്ളിൽ നമ്മൾ ഒരു പരസ്യം കൊടുക്കുന്നു, അതുപോലെ മറ്റൊരു ചാനലിൽ വേറെ പരസ്യം കൊടുക്കുന്നു. അപ്പൊ നമ്മൾ 2 പരസ്യമായി. അങ്ങനെ 10000 പരസ്യങ്ങൾ. നമ്മൾ ഓരോ ദിവസവും യൂട്യൂബിൽ ഇറങ്ങുന്ന വീഡിയോസ്, ലക്ഷക്കണക്കിന് വീഡിയോസ് ആണ് യൂട്യൂബിൽ ഇറങ്ങുന്നത്. അങ്ങനെ ഓരോ വീഡിയോസിനും നമ്മുടെ പരസ്യങ്ങൾ കൊടുത്ത് 10000 വീഡിയോസിൽ നമ്മുടെ പരസ്യങ്ങൾ അവർ ഗൂഗിൾ ആഡ്സ് വഴി ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പൈസ എങ്ങനെ ലഭിക്കുക നോക്കാം. എക്സാമ്പിൾ ആയിട്ട് ഗൂഗിൾ ആഡ്സ് നമ്മളോട് 5000 പരസ്യങ്ങൾക്ക് 1000 രൂപ നമ്മളോട് പ്രതിഫലമായി വാങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. പ്രതിഫലമായി വാങ്ങിയ 1000 രൂപ, 400 രൂപ ഗൂഗിൾ ആഡ്സിന് എടുക്കുകയും ബാക്കി 600 രൂപ നമ്മൾക്ക് വീതിച്ചു തരികയുമാണ് ചെയ്യുക. എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അതിൽ യൂട്യൂബിനൊരു വിഹിതം ഉണ്ടായിരിക്കും, എങ്കിലും യൂട്യൂബിന് നമ്മൾക്ക് കൂടിയിട്ട് 600 രൂപയുടെ വിഹിതം നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഓരോ വീഡിയോസിനും ലഭിക്കുന്ന പരസ്യങ്ങളുടെ തുകയാണ് നമുക്ക് യൂട്യൂബ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു തരിക. ഇങ്ങനെയാണ് ഗൂഗിൾ ആഡ്സ് പരസ്യങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ വീഡിയോസിലേക്ക് ഡിസ്പ്ലേ ചെയ്യുക. ഈ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ബാനർ പരസ്യങ്ങൾ, ബാനർ അഡ്വർടൈസ്മെന്റ് ഉണ്ട്, സ്കിപ്പബിൾ അഡ്വർടൈസ്മെന്റും ഉണ്ട്. ബാനർ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരസ്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റാത്ത പരസ്യങ്ങളും നമുക്കത് കാണാൻ സാധിക്കും. സ്കിപ്പബിൾ പരസ്യങ്ങൾ, നമ്മളൊരു വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ ഒരു പരസ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡ് ആകുമ്പോഴേക്കും അവിടെ 2 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് ആകുന്ന സമയം വരേക്കും നമുക്കൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വന്നത് കാണാം. ആ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് അതിന്റെ പരസ്യത്തിന്റെ ഇത്ര വിഹിതം, ലാഭവിഹിതം നമുക്ക് ലഭിക്കുന്നതാണ്. ബാനർ പരസ്യങ്ങൾ കാണാം. ബാനർ പരസ്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത പരസ്യങ്ങളും നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരു പരസ്യം വന്നു കഴിഞ്ഞാൽ ആ പരസ്യം നമുക്ക് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യേണ്ട അവസ്ഥയും വരാറുണ്ട്. അതാണ് നോൺ സ്കിപ്പബിൾ അഡ്വർടൈസ്മെന്റ് പരസ്യങ്ങൾ. നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ സാധിക്കാത്ത പരസ്യങ്ങളാണ്. അത് നമ്മൾ ഫുൾ ആയിട്ട് കണ്ടു തീരുക തന്നെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പരസ്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ എമൗണ്ട് നമുക്ക് ഇത്ര പെർസെന്റേജ് നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ പരസ്യങ്ങൾ നമ്മുടെ ചാനലിൽ വന്നു ചേരുകയും കൂടുതൽ ക്യാഷ് നമുക്ക് അതുവഴി ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു യൂട്യൂബർ ക്യാഷ് എങ്ങനെ ഉണ്ടാക്കുന്നത് മനസ്സിലായത് നിങ്ങൾക്ക്. അതുപോലെ ഗൂഗിൾ നമ്മുടെ പരസ്യം ഇടുന്നതിനനുസരിച്ചുള്ള ഈ ക്യാഷിന്റെ, നമ്മൾ എത്ര കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതോ അത്രയും കൂടുതൽ പരസ്യങ്ങൾ നമ്മുടെ ചാനലുകൾ വരികയും അതിന്റെ എല്ലാം വിഹിതം ഒരു ഇത്ര പെർസെന്റേജ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പരസ്യങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മൾ ഏത് മേഖലയിലേക്ക് ഇറങ്ങിയാലും പരസ്യങ്ങളാണ് കാണാൻ സാധിക്കുക. നമ്മൾ വീട്ടിലാണെങ്കിൽ ടി വി തുറന്നാൽ ഫുൾ പരസ്യങ്ങളാണ്. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ പരസ്യ ബോർഡുകളാണ്. നമ്മുടെ അങ്ങാടികളിലും ടൗണുകളിലും ഇറങ്ങിക്കഴിഞ്ഞാൽ പരസ്യ ബോർഡുകൾ കാണാം. അതുപോലെ പരസ്യങ്ങളായിട്ട് കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ് ഏജൻസികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരെല്ലാം പരസ്യങ്ങളാണ് നിയന്ത്രിക്കുന്നത്. ഈ പരസ്യങ്ങൾ വഴിയാണ് നമുക്ക് ക്യാഷ് വന്നു ചേരുന്നത്. ഇപ്പോൾ ഗൂഗിൾ ആഡ്സ് എന്താണെന്ന് മനസ്സിലായി, ആഡ്സിന് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഗൂഗിൾ ആഡ്സിന് വഴി നമ്മുടെ ചാനൽ
മോണിറ്റൈസേഷൻ ചെയ്ത ശേഷം നമ്മളെ ഗൂഗിൾ ആഡ്സിൽ വഴി നമ്മുടെ ചാനൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നുള്ള വരുമാനം ലഭിക്കുകയുള്ളൂ. ഇതെല്ലാം നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്കോ ഞങ്ങളുടെ വീഡിയോസിന്റെ കമന്റ് ആയിട്ടോ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടർന്നും നിങ്ങൾ കാണുകയും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടികൾ നിങ്ങൾ കമന്റ് ആയിട്ടും നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ആയിട്ടും നിങ്ങൾ അയക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ എന്താണെന്നും എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സക്സസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ സക്സസിൽ എത്തിച്ചേർന്ന ആളുകളെയാണ് നമുക്ക് യൂട്യൂബേഴ്സ് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ യൂട്യൂബ് സംബന്ധമായ എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. വീഡിയോസ് എല്ലാം നിങ്ങൾ തുടർച്ചയായിട്ടും കാണുക. കണ്ട ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജായിട്ടും അതുപോലെ തന്നെ കമന്റുകളായിട്ടും രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് ഞങ്ങൾ വീഡിയോ മുന്നോട്ട് പോകുന്നില്ല. ഇന്നൊരു തുടക്ക വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിവിടെ നിർത്തുകയാണ്. തുടർന്ന് ഞങ്ങൾ വീഡിയോ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് സംബന്ധമായ വിഷയങ്ങൾക്കും ഞങ്ങളുമായി ഷെയർ ചെയ്യാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. കാര്യങ്ങൾ ഞങ്ങൾ അതിന്റെ റിപ്ലൈ നിങ്ങൾക്ക് നൽകുന്നതുമാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ സബ്ജക്റ്റ് എന്തായിരുന്നു? 1000 വ്യൂസിന് യൂട്യൂബ് നമുക്ക് എത്ര രൂപ നൽകും എന്നായിരുന്നു നമ്മുടെ സബ്ജക്ട്. ഒരു യൂട്യൂബേഴ്സും നിങ്ങൾക്ക് ഇതുവരെ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. 1000 വ്യൂസിന് യൂട്യൂബ് എത്ര രൂപ നൽകുമെന്നത് ഒരു യൂട്യൂബിലും നിങ്ങൾ തിരഞ്ഞു കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല. എങ്കിലും ഞങ്ങൾ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. 1000 വ്യൂസിന് കറക്റ്റ് ആയിട്ട് നമ്മുടെ വ്യൂസിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വ്യൂസിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു റേറ്റ് പറയാൻ സാധിക്കില്ല. എന്തെന്ന് വെച്ചാൽ നമ്മൾ പല കൺട്രീസിൽ നിന്നും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന ആളുകളുണ്ടാവും. പല കൺട്രീസിൽ നിന്നും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കാണുന്ന ഒരാൾ, ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ വീഡിയോ ഒരാൾ കാണുകയാണെങ്കിൽ അതിന് റേറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ US-ൽ നിന്നും, അതിൽ അമേരിക്ക പോലെ US, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി പോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അതിന് വേറെ റേറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതിന് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. എങ്കിലും ഒരു ഏകദേശം എമൗണ്ട് നമുക്ക് പറയാൻ സാധിക്കും. എത്രയെന്ന് വെച്ചാൽ നമുക്കൊരു 1000 വ്യൂസ് നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ, നമ്മളൊരു വീഡിയോസിന് 1000 വ്യൂസ് വന്നു കഴിഞ്ഞാൽ $0.60 ആണ് നമുക്ക് ലഭിക്കുക. $0.60 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 1 രൂപയ്ക്ക് നമ്മൾ 1 രൂപ എന്ന് പറയാറുണ്ട്. 50 പൈസയ്ക്ക് 50 പൈസ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ 60 പൈസ എന്ന് വെച്ചാൽ 1 രൂപയ്ക്ക് അടുത്തുള്ള ഒരു എമൗണ്ട് ആണ് 60 പൈസ. അതുപോലെ തന്നെയാണ് 60 ഫിൽസ്, നമ്മളിപ്പം പുറത്തൊക്കെ ആണെങ്കിൽ ഫിൽസ് എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ 60 പൈസയ്ക്ക് തുല്യമാണ് നമ്മുടെ 60 $0.60 എന്ന് പറയുന്നത്. $0.60 ലഭിക്കുക എന്ന് പറഞ്ഞാൽ $1 അടുത്ത് നമുക്ക് 1000 വ്യൂസിന് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതുവരെ യൂട്യൂബ് ചാനൽസിനെല്ലാം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 1000 വ്യൂസിന് നമുക്ക് $0.60 ആണ് നമുക്ക് ലഭിക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു യൂട്യൂബേഴ്സും പറഞ്ഞു തരില്ല. നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തിയെന്നുള്ളൂ. ഇത് സ്വകാര്യമാക്കി വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. യൂട്യൂബ് ഇത് പറയാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ വേണ്ടി നമ്മളത് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ചാനൽ തുടങ്ങുക, മുന്നോട്ട് പോവുക. എല്ലാ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആ മെസ്സേജുകൾക്കുള്ള റിപ്ലൈ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതുമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടൻ വരുന്നതാണ്. ഇറ്റ്സ് മീ, യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് മലയാളം യൂട്യൂബ് ചാനൽ, സൈനിങ് ഓഫ്.